ഒരുപാട് അപാകതകളുണ്ട്. ഞങ്ങൾ വന്ന വഴികളിൽ ഒരുപാട് തെറ്റുകൾ കടന്നു കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? വന്ന വഴികളെക്കുറിച്ചൊരു ദുഃഖം, ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ചൊരു ഒരു 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 മാനസാന്തരം, ഒരു ചിന്ത അത് വന്നു. രണ്ടാമതെന്നറിയാമോ? രണ്ടാമത് ആ വന്ന വഴികളെ തെറ്റാണെന്നുള്ള സമ്മതം. രണ്ട്, ആ തെറ്റുകളെക്കുറിച്ചൊരു ദുഃഖം. വാസ്തവത്തിൽ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് എത്ര പ്രാവശ്യം നമുക്ക് ദുഃഖം തോന്നിയിട്ടുണ്ട്. നമ്മൾ ആളുകൾ ചിലപ്പോൾ വിശ്വാസികളെ അവർ ചെയ്ത പാപത്തെക്കുറിച്ച് സമ്മതിപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതങ്ങനെ പറഞ്ഞ് വാദിച്ച് സമ്മതിപ്പിക്കുകയാണ്. എന്നാലും ഞാൻ കണ്ടുള്ളൊരു കാര്യം, ഇന്നേ വരെ തെറ്റ് ചെയ്യുന്ന വിശ്വാസികൾ കരയുന്നതായിട്ട് അപൂർവമായിട്ട് കണ്ടുള്ളൂ. ആ തെറ്റിനെക്കുറിച്ച് പിടിച്ചപ്പോൾ കരഞ്ഞ ആൾക്കാരുണ്ട്. അതായത് കയ്യോടെ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞവർ കരഞ്ഞു, എന്നെ പിടിച്ചല്ലോ എന്നുള്ള വിഷമാണ്. എന്നാൽ ആ ചെയ്ത തെറ്റിനെക്കുറിച്ച് യഥാർത്ഥമായി സങ്കടപ്പെട്ട എത്ര മനുഷ്യരുണ്ട് എന്ന് ഞാൻ ചോദിക്കട്ടെ? എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് ദുഃഖിച്ച മനുഷ്യർ. എന്നാൽ ബൈബിൾ വായിക്ക്, പത്രോസ് പ്രസംഗിച്ച പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. എന്നാൽ ആ പത്രോസിനുണ്ടായ അനുഭവം എന്താണ്? ഒരു തെറ്റ് പത്രോസിന് പറ്റിയല്ലോ. കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഒരു രാത്രി എനിക്കുണ്ടായിരുന്നു. യേശുവിനെ അറിയില്ലെന്ന് പറഞ്ഞു പോയ ഭയം നിറഞ്ഞ നിമിഷങ്ങൾ, തൻ്റെ ജീവന് ഭീഷണി ഉയർന്ന ആ രാത്രി ഏകാന്ത നേരങ്ങളിൽ പത്രോസ് തള്ളിപ്പറഞ്ഞു. എന്നാൽ പത്രോസ് പിന്നെ എന്ത് ചെയ്തു? യോഹന്നാനും യാക്കോബും അന്ത്രയോസും നഥനയേലും കൂടെ പത്രോസിനോട് സമ്മതിപ്പിക്കാൻ ശ്രമിച്ചോ? പത്രോസേ, നീ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ തെറ്റല്ലേ? പത്രോസ് പറഞ്ഞു, ആര് തള്ളി പറയാത്തത്? എല്ലാവരും ചെയ്തില്ലേ? ദാവീദ് തെറ്റ് ചെയ്തില്ലേ? മറ്റേ ആൾ തെറ്റ് ചെയ്തില്ലേ? ശലോമോൻ ചെയ്തില്ലേ? ഇനി ഞാൻ മാത്രം ഒന്ന് തള്ളിപ്പറഞ്ഞിട്ട് നിങ്ങളെന്താ ഇത്ര കാര്യം ഉണ്ടാക്കുന്നത് എന്നാണ് പത്രോസ് പറഞ്ഞത്. പത്രോസിനെ യോഹന്നാൻ സംസാരിച്ചില്ല പത്രോസിനോട്. അതുപോലെ യാക്കോബ് കണ്ടില്ല പത്രോസിനെ. ശിഷ്യന്മാരിൽ ആരും പത്രോസിനോട് സംസാരിച്ചില്ല. എന്നാൽ യേശു തിരിഞ്ഞ് പത്രോസിനെ നേരെ ഒന്ന് നോക്കി എന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്. ആ നോട്ടം പത്രോസിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു എന്ന ഒരു നോട്ടമാണ്. അത് ക്രൂരതയുടെ നോട്ടമല്ല, അത് ദേഷ്യത്തിന്റെ ഒരു നോട്ടമല്ല. എന്നാൽ ഞാൻ വിചാരിക്കുന്നു, ആ കൃപയുടെ കണ്ണുകൾക്ക് മുമ്പിൽ പത്രോസ് എന്ന മനുഷ്യൻ വട്ടപൂജ്യമായി പോയ പത്രോസ് എന്ന മനുഷ്യൻ തകർന്നടിഞ്ഞു പോയ ഒരു നിമിഷമാണ്. അതുകൊണ്ട് പത്രോസിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, അവൻ പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. ഒരാൾ മരിച്ചു വീഴുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം പോലെയാണ് പത്രോസ് കരഞ്ഞെന്ന് പറയുന്നത്. അതെന്താണ്? പാപത്തെക്കുറിച്ചുള്ള ബോധം, താൻ്റെ തെറ്റിനെ കുറിച്ചുള്ള മാനസാന്തരം. അതാണ് മാനസാന്തരം. എന്ന് ഞാൻ ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞാൽ ഞാനൊരു വിശ്വാസിയല്ലെന്ന് പറയുന്ന, വിശ്വാസിയാണെന്ന് പറയാതെ ഒളിച്ചു വെക്കുന്ന എത്ര കോളേജ് പിള്ളേരുണ്ട് നമ്മുടെ ഇടയിൽ. അതുപോലെ നമ്മുടെ എത്ര വിശ്വാസികളുണ്ട് നമ്മുടെ ഇടയിൽ? പല കാര്യങ്ങളും മറച്ചു പിടിക്കുന്നവർ, പാപം ചെയ്തിട്ട് ന്യായീകരിക്കുന്നവർ, മദ്യം കഴിച്ചിട്ടത് മറച്ചു പിടിക്കുന്നവർ. മദ്യം കഴിച്ച കാര്യം സഭയെ പറഞ്ഞാൽ ഞാനിനി വരില്ലെന്ന് ഭാര്യയെ ഭീഷണിപ്പെടുത്തിയ ഭർത്താവ്. അതുപോലെ തന്നെ പുകവലിച്ചിട്ട് അത് സഭയിൽ പോയി പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്. സഭയിൽ പോയി പറഞ്ഞാൽ പാപ്പ ഇനി പോലെ സഭയിൽ വരില്ല, പിള്ളേർ പറയത്തില്ല. എന്നാൽ പത്രോസിനെ നോക്ക്, പത്രോസിനെ എന്നറിയാമോ? പൊട്ടിക്കരഞ്ഞു. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. പത്രോസ് കർത്താവിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച മനുഷ്യനാണ്. പക്ഷെ പത്രോസിന്റെ ജീവിതം എന്താണ്? യേശുവിനെ കുറിച്ചുള്ള കാര്യം കേട്ടപ്പോൾ, യേശുവിൻ്റെ നോട്ടം കണ്ടപ്പോൾ, യേശുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഓർത്തപ്പോൾ തനിക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. തകർന്നടിഞ്ഞു പോയൊരു നിമിഷം. പത്രോസ് എന്ന മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സമയമാണ് ആ സമയം എന്ന് പറഞ്ഞാൽ. തൻ്റെ പാപത്തെക്കുറിച്ച് അനുഭവിക്കുന്ന, തൻ്റെ പാപത്തെക്കുറിച്ച് പൊട്ടിക്കരയുന്ന, തൻ്റെ പാപത്തെക്കുറിച്ച് ഹൃദയം തുറക്കുമുള്ള ഒരു വിശ്വാസിയെ ദൈവത്തിന് ഉപയോഗിക്കാതിരിക്കാൻ സാധിക്കുമോ? ആ പത്രോസ് പ്രസംഗിക്കുമ്പോഴാണ് 3000 പേര് മാനസാന്തരപ്പെട്ടത്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ ആളുകൾ മാനസാന്തരപ്പെടുന്നില്ല പലപ്പോഴും. എന്താണ്? നമ്മുടെ പാപത്തെക്കുറിച്ച് മാനസാന്തരമില്ലാത്ത പ്രസംഗം പലപ്പോഴും നമ്മൾ പ്രസംഗിക്കാറുണ്ട്. അസൂയ കൊണ്ട് നടക്കുന്ന മനുഷ്യർ പ്രസംഗിക്കുന്നു, അതുപോലെ സ്നേഹമില്ലാത്ത മനുഷ്യർ പ്രസംഗിക്കുന്നു, അതുപോലെ പ്രത്യാശയില്ലാത്ത മനുഷ്യർ പ്രസംഗിക്കുന്നു. അവിശ്വാസികൾക്കുള്ള എല്ലാ ആഗ്രഹങ്ങളും വാസ്തവത്തിൽ ഇന്ന് വിശ്വാസികൾക്കുണ്ട്. അവിശ്വാസികൾ എന്തിനു വേണ്ടിയൊക്കെയാണോ ജീവിക്കുന്നത് അതിനൊക്കെ വേണ്ടി തന്നെ ജീവിക്കുന്ന വിശ്വാസികളുടെ സമൂഹം ഇന്നുണ്ട്. എന്നാൽ മാനസാന്തരം എന്ന് പറയുന്ന വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് പത്രോസിന്റെ ജീവിതത്തിൽ താൻ പ്രസംഗിക്കാൻ കാരണം എന്താണെന്നറിയാമോ? തനിക്കറിയാം, യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നൊരു മനുഷ്യന് അവൻ്റെ ഹൃദയത്തിലൊരു നുറുക്കം ആവശ്യമാണ്. അവൻ്റെ ഹൃദയത്തിൽ അവൻ കടന്നു പോകുന്ന വഴികളെക്കുറിച്ചുള്ള യഥാർത്ഥമായിരിക്കുന്ന ഒരു കുറ്റബോധം ആവശ്യമാണ്. അല്ലാതെ ന്യായീകരിക്കാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മുടെ സഭകളിൽ പല ആൾക്കാരും അവരുടെ പാപത്തെ ന്യായീകരിക്കുന്നതിന് കാരണം എന്ന് പറയാമോ? അവരങ്ങനത്തെ സുവിശേഷം കേട്ടിട്ട് വന്നവരാണ്. അവർ പറഞ്ഞത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ റെഡിയാ, കൈപൊക്കിക്കോ എന്ന് പറഞ്ഞു. അവൻ കൈപൊക്കി. ആ സഭയിൽ വരുന്നതിന് കൈവെക്കുന്ന തടസ്സമില്ല. അതുപോലെ ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു തരാൻ, നീ അതുപോലെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അവനങ്ങനെ പ്രാർത്ഥിച്ചു, കുഴപ്പമില്ല. പക്ഷേ അവൻ മാനസാന്തരത്തിൻ്റെ സന്ദേശം കേട്ടിട്ടില്ല. മാനസാന്തരത്തിൻ്റെ സന്ദേശം കേൾക്കുമ്പോഴാണ് അവന് യഥാർത്ഥത്തിൽ മാനസാന്തരം വരുന്നത്. അങ്ങനെയുള്ള വ്യക്തി അവൻ്റെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ അവന് മാനസാന്തരത്തിൻ്റെ സാഹചര്യങ്ങൾ വരും. അപ്പോഴവൻ പത്രോസിനെ പോലെ കരയും, പത്രോസിനെ പോലെ അവൻ ദുഃഖിക്കും, പത്രോസിനെ പോലെ അവൻ മടങ്ങി വരും, പത്രോസിനെ പോലെ ദൈവം
അവനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കും. അനന്തമായ സാധ്യതകളിലേക്ക് ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ, വളർത്താൻ കഴിയാതിരിക്കുന്നതിനൊരു തടസ്സം നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടാത്ത പല വിഷയങ്ങളും നമ്മൾ കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ്. മാനസാന്തരത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒന്ന്, വന്ന വഴികളെക്കുറിച്ചുള്ള തെറ്റാണെന്നുള്ള തുറന്ന ബോധ്യം, അതുപോലെ അതിനെക്കുറിച്ചുള്ള ഒരു സങ്കടം, ഒരു നമ്മുടെ വികാരങ്ങളിലുള്ള നമുക്കൊരു ദുഃഖം വരണം. മൂന്ന്, ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ ഞാൻ വഴി പോകുകയില്ല എന്നുള്ളൊരു തീരുമാനം. ഇതൊക്കെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അങ്ങനെ മാനസാന്തരം ഉള്ളപ്പോഴാണ് യഥാർത്ഥമായ ഒരു കർത്താവിനെ സ്നേഹിക്കാനായിട്ട് സാധിക്കത്തുള്ളത്. ഈ പത്രോസ് പ്രസംഗിക്കുമ്പോൾ ഈ മാനസാന്തരം എന്ന് പറയുന്നത് കർത്താവിനെ വിശ്വസിക്കുന്നതിൻ്റെ ഒരു വശമാണ്. അതിൻ്റെ മറുവശമാണ് വിശ്വാസം എന്ന് പറയുന്നത്. പണ്ട് ഈ മരപ്പണി എടുക്കുന്ന ഒരാൾ രക്ഷിക്കപ്പെട്ടു വന്നൊരു സമയം ഞാൻ വായിച്ചിട്ടുണ്ട്. മരപ്പണി എടുക്കുന്നയാൾ, മരപ്പണി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫർണിച്ചർ ഉണ്ടാക്കി വിൽക്കുന്നയാളാണ്, പലക വിൽക്കുന്നയാളാണ്, പലകയൊക്കെ പണിത് വിൽക്കും, ഫർണിച്ചർ വിൽക്കും. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഇദ്ദേഹം 4 അടി അല്ലെങ്കിൽ 5 അടി നീളമുള്ള പലക വിൽക്കുകയാണെങ്കിൽ അതിനൊരു 2-3 ഇഞ്ച് എപ്പോഴും കുറവായിരിക്കും. നമുക്കറിയാം, ഒരു 4 ഇത്ര വീതിയുള്ളൊരു പലക വിൽക്കുമ്പോൾ 2 ഇഞ്ച് കുറച്ചാണെങ്കിൽ പലക വിറ്റ് കഴിയുമ്പോൾ ഒരു പലക ഉണ്ടാക്കാനുള്ള വകുപ്പ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണല്ലോ ഇന്നത്തെ കാലത്ത് ഈ പല ബേക്കറി ഐറ്റത്തിൻ്റെയും വില കൂടുന്നില്ല, പക്ഷേ അതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കില്ല. അപ്പോൾ പണ്ടത്തെ ബ്രെഡിൻ്റെ അതേ വില ഇപ്പോഴത്തെ ബ്രെഡിന്, പക്ഷേ പണ്ടത്തെ ബ്രെഡിൻ്റെ തൂക്കമല്ല ഇപ്പോഴത്തെ ബ്രെഡിന്, അത് അല്പം ചെറുതായിട്ടുണ്ട്. അതുപോലെ പണ്ടുള്ള ചില പാക്കറ്റിൻ്റെ വില സെയിമാണ്, പക്ഷേ അളവ് അല്പം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മരം വിൽക്കുന്ന ആൾ, അദ്ദേഹം മരം ഇങ്ങനെ വിൽക്കുമ്പോൾ എപ്പോഴും 4 ഇഞ്ച് കുറവ്, 5 ഇഞ്ച് കുറവ് ഇങ്ങനെയാണ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ സുവിശേഷം കേട്ട് ഈ പാവത്താൻ രക്ഷിക്കപ്പെട്ടു വന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ ആൾക്കാർ വിശ്വസിച്ചില്ല, ഇവൻ രക്ഷിക്കപ്പെട്ടോ എന്ന്. ഇവൻ രക്ഷിക്കപ്പെട്ടോ എന്ന് ആർക്കും സംശയമാണ്, വിശ്വാസം വന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരോ ഒരാൾ രഹസ്യമായിട്ട് ഇവൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടാക്കിയ ചില ഫർണിച്ചർ ഒളിച്ചുപോയി അളന്നു നോക്കി. അങ്ങനെ അളന്നു നോക്കിയപ്പോൾ 5 അടി പലക 5 അടി തന്നെ, അതുപോലെ തന്നെ 4 അടി പലക 4 അടി തന്നെ. ഉടനെ അവൻ അനൗൺസ് ചെയ്തു, ഇത് അവൻ രക്ഷിക്കപ്പെട്ടത് തന്നെയാണെന്ന് പറഞ്ഞു. ഉടനെ എല്ലാവരും വിശ്വസിച്ചു. കാരണം എന്താണ്? രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം നീ ഉണ്ടാക്കിയ പലക ശരിക്കുള്ള അളവാണ്, അതാ നീ രക്ഷിക്കപ്പെട്ടെന്നുള്ളതിൻ്റെ തെളിവ്. എന്നാൽ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും പലകയ്ക്ക് 4 ഇഞ്ച് കുറവാണെങ്കിലോ അവനോട് ചോദിക്കുമ്പോൾ എന്നോട് കൈപൊക്കിയാൽ മതി എന്നല്ലേ പറഞ്ഞു. ഞാൻ കൈപൊക്കിയില്ലേ? കൈപൊക്കി. അവരെ നിങ്ങൾ പറഞ്ഞ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞേ? അതെ, ഞാൻ പ്രാർത്ഥിച്ചില്ലേ? പ്രാർത്ഥിച്ചു. പിന്നെ നിങ്ങളെന്തിനാ എൻ്റെ പലക ഇളക്കാൻ വരുന്നത്? മുട്ടുകാലി എന്തെങ്കിലും പിടിക്കും. എൻ്റെ ഷോപ്പിനകത്ത് കയറി എൻ്റെ പലക ഇളക്കാൻ ഈ സഭയിൽ ആരാണ് ധൈര്യം എന്ന് ചോദിക്കും. ഉടനെ പ്രത്യാശയുള്ള എല്ലാ വിശ്വാസികളും പതുങ്ങി അങ്ങനെ മിണ്ടാതെ ഇരിക്കും. നമുക്കായിട്ട് മിണ്ടണ്ട. ആരോ പറഞ്ഞ പോലെ സ്നാനപ്പെടുന്ന സമയത്ത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ഇതുകൊണ്ട് പിന്നെ നീ എന്ത് ദോഷം ചെയ്താലും നിനക്ക് തന്നെ, നന്മ ചെയ്താലും നിനക്ക് തന്നെ എന്ന് പറയുന്നത് എൻ്റെ ഉത്തരവാദിത്തം കഴിക്കുമെന്ന് പറയും. എന്നാൽ നമ്മൾ പറയും, അത് മനസ്സിൽ വെച്ചാൽ മതി. നിന്റെ പലക രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടാക്കിയ പലകയ്ക്ക് അളവ് കുറവാണെങ്കിൽ നീ വിശ്വാസിയാണോടാ എന്ന് ഞാൻ ചോദിക്കും. നീ വിശ്വാസിയാണോ സഹോദര സഹോദരി എന്ന് ചോദിക്കും. ഇവർ രക്ഷിക്കപ്പെട്ടതിന് മുമ്പുള്ള പല തഴക്കങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ എന്താ സംശയിക്കേണ്ടത്? നിന്റെ ജീവിതത്തെ മാറ്റാത്തൊരു സന്ദേശമാണ് നീ വിശ്വസിച്ചത്. നിന്റെ സന്ദേശം, നീ കേട്ട സന്ദേശം എന്താണ്? അത് മാനസാന്തരത്തിലൊരു സന്ദേശമാണോ എന്നെനിക്ക് സംശയമുണ്ട്. ശരി, ഞാനിതിങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, മാനസാന്തരം എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ ഈ ആദ്യത്തെ സന്ദേശമാണ്. മാനസാന്തരപ്പെടണം എന്നുള്ളത് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ഡിമാൻഡാണ്, ഏറ്റവും വലിയ കൽപ്പനയാണ്. അതുകൊണ്ട് മാനസാന്തരം നമുക്ക് വേണം. ഏതൊക്കെ പാപമുണ്ടോ ന്യായീകരിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞത്, അവിടുന്ന് CD എടുത്തിട്ടുണ്ടോ പാപം ഏറ്റു പറയണം പോയിട്ട്. അതല്ലേ ബൈബിളിൽ പറയുന്നത്. പാപം ഏറ്റു പറയണത് തിരിച്ചു കൊടുക്കണം. പേഴ്സിലുള്ള ആരെങ്കിലും എടുത്തിട്ടുണ്ടോ പാപം ഏറ്റു പറയണം തിരിച്ചു. എന്നാൽ നീ വിശ്വാസിയാണെന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരാണേലും എനിക്ക് വിഷയമില്ല, ഞാൻ ഈ പ്രസംഗിക്കുന്ന കേൾക്കുന്നയാളെ ചെയ്തയാളാണേലും എനിക്ക് വിഷയമല്ല എന്ന് ഞാൻ പറയും. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പറയാനായിട്ട് സാധിക്കുന്നത് പാപം ഏറ്റുപറയുക, മാനസാന്തരപ്പെടുക, അത് തിരിച്ചു കൊടുക്കുക. ഇത് ബൈബിളിൻ്റെ പ്രമാണമാണ്. അതാണ് മാനസാന്തരം. 2, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്നറിയാമോ? അത് യേശുവിനെ വിശ്വസിക്കുക അല്ലെ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ചില കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ള ഒരു രീതിയല്ല, അതൊരു ബന്ധമാണ് എന്നാണ് ബൈബിൾ പഠിക്കുന്നത്. ഇതൊരു ബന്ധമാണ്. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് എന്ന് പറയും. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് വിത്ത് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. എന്താ ഒരു വിശ്വാസിയായി തീരുക എന്ന് പറഞ്ഞാൽ? ഒരു വിശ്വാസിയായി തീരുക എന്ന് പറഞ്ഞാൽ സഭയിൽ ചേരുക എന്നുള്ള ആശയമല്ല അതിനുള്ള. പിന്നെയോ അതൊരു ബന്ധത്തിൻ്റെ തുടക്കമാണ്. കർത്താവായ യേശുവുമായിട്ടുള്ള ഒരു ഹൃദയബന്ധത്തിൻ്റെ തുടക്കം. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ലാതെ ഇനി മുതൽ ഞായറാഴ്ച യോഗത്തിന് വരണം, ഇനി മുതൽ അപ്പം നുറുക്കണം, ഇനി മുതൽ ഉപവാസ പ്രാർത്ഥന, നീ സ്നാനപ്പെട്ട ആളാണ്, ഇനി മുതൽ സുവിശേഷ പ്രവർത്തനത്തിന് പോകണം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വിശ്വാസി എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. വീഡിയോ വലിക്കാൻ പാടില്ല, കള്ളു പിടിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, സിനിമ കോട്ടയിൽ പോകാൻ പാടില്ല, അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല. പിന്നെ നീ എന്ത് ചെയ്യണം? നീ എന്നും ബൈബിൾ വായിക്കണം, നീ ഒന്നും നോട്ട് എഴുതണം, നിനക്ക് പ്രാർത്ഥനാ പുസ്തകം, പ്രാർത്ഥനാ ബുക്ക് വേണം, അതിൽ നീ നോക്കി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നീ 1 മണിക്കൂർ പ്രാർത്ഥിക്കണം, 1/2 മണിക്കൂർ പ്രാർത്ഥിക്കണം. പിന്നെ സഭയുടെ ബൈബിൾ ക്ലാസ്സിന് വരണം.
പിന്നെ ഞായറാഴ്ച ചോദന വരണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എല്ലാം പറഞ്ഞു കൊടുക്കും. ഈ വിശ്വാസി ഇതൊക്കെ ചെയ്യും. പക്ഷേ ബൈബിൾ പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? ബൈബിൾ പഠിപ്പിക്കുന്നത് ഈ ക്രിസ്തീയ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു ബന്ധമാണ്, ഒരു ബന്ധമാണ്. നമ്മുടെ വീട്ടിലെ കാര്യം എടുക്കുക. നമ്മൾ വീട്ടിൽ പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? അവിടെ കൽപ്പനകളല്ല. വീട്ടിൽ കൽപ്പനകളുണ്ടോ എന്ന് വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും. പക്ഷേ വീട്ടിലെ പ്രവർത്തനങ്ങളെല്ലാം കൽപ്പനകളല്ല, ബന്ധങ്ങളാണ്. വീട്ടിലെ ആഹാരത്തിൻ്റെ രുചി ബന്ധത്തിൻ്റെ രുചിയാണ്. വീട്ടിൽ നമ്മൾ പല ഡ്യൂട്ടികളും ചെയ്യുന്നതാണ് ബന്ധം കൊണ്ടാണ്. ഞാൻ എൻ്റെ മക്കൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കുന്നതാണ്, അല്ലെ പോലീസ് പിടിക്കായിട്ടാണോ? ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നതിനാണ്, അല്ലെ ആഹാരം കൊടുക്കുന്നതിനാണ്, അല്ലെ സഭ നടപടി എടുക്കും? അല്ല, അതൊരു ബന്ധമാണ്. ഇതുപോലെ ആ വിശ്വാസിയാകുക എന്ന് പറഞ്ഞാൽ അതൊരു ബന്ധമാണ്. ആ ബന്ധമാണ് നമ്മൾ വളർന്നു വരേണ്ട ഒരു ബന്ധം എന്ന് പറയുന്നത്. ഈ ബന്ധമാണ് അപ്പസ്തോലിക കാലത്ത് 1-ാം നൂറ്റാണ്ടിൽ ആ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചതെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, പത്രോസിനെ തലകീഴായി കുരിശത്തറച്ചു എന്നാണ് ചരിത്രം പറയുന്നതെന്നാണ്. പത്രോസിനെ കുരിശത്തറച്ചു, അന്ത്രയോസിനെയും കുരിശത്തറച്ചു എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് വായിച്ചുള്ളത്. ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ പത്രോസിനെ തലകീഴായി കുരിശത്തറച്ചെന്നും, അന്ത്രയോസിനെ ഗ്രീസിൽ വെച്ച് കുരിശത്തറച്ചെന്നും, യാക്കോബിനെ വാളുകൊണ്ടുവന്നു അപ്പോസ്തലപ്രവൃത്തികൾ 12-ാം അധ്യായം. അതുപോലെ യോഹന്നാനെ നാട് കടത്തി പത്മോസ് ദ്വീപിലേക്ക്, മത്തായിയെ ഈജിപ്തിൽ വെച്ചു. ഇങ്ങനെ ചിലരെ ഇറക്കി വന്നു, ചിലരെ തലകീഴായി ക്രൂശിച്ചു, ചിലരെ പൗലോസിനെ തലവെട്ടി. ചോദിക്കുന്നു, എന്തിനാണ് പൗലോസിൻ്റെ തലവെട്ടാൻ പൗലോസ് പോയത്? എന്തിനാണ് പത്രോസിനെ തലകീഴായി കുരിശത്തറയ്ക്കാൻ ഈ മനുഷ്യൻ അങ്ങോട്ട് ചെന്നത്? ചോദിക്ക് പത്രോസിനോട്. പത്രോസ് എന്ന് പറയും, അതൊരു ബന്ധമാണെന്ന് പറയും. എൻ്റെ കർത്താവിനിൽ നിന്ന് എന്നെ പിരിക്കാനാവാത്ത ഒരു ബന്ധം എനിക്കുണ്ട്. അതുകൊണ്ട് ആ ബന്ധത്തിന് വേണ്ടി എൻ്റെ രക്തം ഞാൻ ഒഴുക്കാം, ആ ബന്ധത്തിന് വേണ്ടി എൻ്റെ വിയർപ്പ് ഞാൻ ഒഴുക്കാം, ആ ബന്ധത്തിന് വേണ്ടി എൻ്റെ കണ്ണുനീര് ഞാൻ വീഴിക്കാം. ഇതാണ് ബന്ധം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ബന്ധമാണ്. അത് തിരിച്ചറിയുമ്പോഴല്ലേ നമ്മുടെ ജീവിതമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പാപം ചെയ്യാതിരിക്കുന്നത്? നമ്മൾ പാപം ചെയ്യാതിരിക്കുന്നത് ഞാൻ പറയും ഒരു വലിയ കാരണമാണ് നമുക്ക് പറയാനുള്ളത്. എൻ്റെ കർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ് പാപങ്ങളിൽ തന്നെ തടഞ്ഞു നിർത്തുന്നത്. എൻ്റെ കർത്താവിനോടുള്ള എൻ്റെ ബന്ധമാണ് എൻ്റെ ജീവിതത്തെ എന്നും ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന ജീവിതം. അതല്ലേ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്? അതാണ് ക്രിസ്തീയ ജീവിതം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ എത്ര പേര് മരിച്ചു, എത്ര പേര് രക്തസാക്ഷികളായി തീർന്നു. അതുപോലെ ഇൻക്വിസിഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, വിശുദ്ധ വിചാരണകൾ. സ്പെയിനിൽ, പോർട്ടുഗലിൽ, ഫ്രാൻസിൽ, ഈ അന്ന് നടന്ന ചില വിചാരണകൾ ആയിരക്കണക്കിന്. ഞാൻ അവരുടെ പേരുകളൊക്കെ പറഞ്ഞാൽ അവരുടെ പേരുകളെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ സ്പെയിനിലെ ഒരു സ്പാനിഷ് പുരോഹിതൻ എന്ന് പറയട്ടെ, ഒരു പുരോഹിതൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ഇൻക്വിസിഷൻ നടന്നത്. ആയിരങ്ങളെ ചുട്ടുകൊന്നു. മനുഷ്യൻ്റെ ദേഹത്ത് മൃഗങ്ങളുടെ തോല് വെച്ച് അവനെ വന്യജീവികളെ കൊണ്ട് കൊന്നു. ആയിരങ്ങളെ ചുട്ടു. ഇന്ന് ISISകാർ ഇറാഖിൽ മനുഷ്യനെ കൊല്ലുന്നത് പോലെ മധ്യകാലഘട്ടങ്ങളിൽ വിശ്വാസികളെ അരിഞ്ഞു വീഴ്ത്തി അവരുടെ ചോര കൊണ്ട് കുതിർന്നു മണൽത്തരികൾ. എന്നാൽ അവരോട് ചോദിക്കുക, എന്തിനു വേണ്ടി നീ മരിക്കുന്നു സഹോദര? അവൻ പറയും, അതൊരു ബന്ധമാണ്. ഒരുപക്ഷെ ഞാൻ വിശദീകരിച്ചാൽ നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു ബന്ധം. ആ ബന്ധമാണ് ഏത് സാഹസത്തിനും എന്നെ പ്രേരിപ്പിക്കുന്നത്. ആ ബന്ധമാണ് ഏതെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്കും എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരോട് ചോദിക്കൂ. അപ്പസ്തോല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ കാണാം. അപ്പസ്തോല പ്രവൃത്തികൾ എന്ന് പറയുന്ന പുസ്തകം നമ്മുടെ മനസ്സിനെ പലപ്പോഴും വെല്ലുവിളിക്കുന്നൊരു പുസ്തകമാണ്. ഞാൻ അടുത്ത കാലത്ത് ആ പുസ്തകത്തിനെ പഠിക്കാൻ ആരംഭിച്ചപ്പോൾ ഞാൻ കണ്ട കാര്യം എന്തെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങളെ അവരെങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നുള്ളത് അപ്പസ്തോല പ്രവൃത്തികൾ എങ്ങനെ വായിക്കുമ്പോൾ കാണാം. അവരിന്നുവരെ കടന്നു ചെന്നിട്ടില്ലാത്ത വിദൂരമായ ഭൂമിയുടെ വന്യമായ കോണുകളിൽ അവരെത്തിച്ചേർന്നു. അവരുടെ ജീവിതത്തിൽ കടന്നു ചെന്നിട്ടില്ലാത്ത ജീവിതത്തിൻ്റെ കാഠിന്യമേറിയ അനുഭവങ്ങളിൽ കൂടെ ആ മനുഷ്യരെങ്ങനെ യാത്ര ചെയ്തു. അവർ കടലിൽ കൂടെ യാത്ര ചെയ്തു, അവർ കാടുകളിൽ കൂടെ യാത്ര ചെയ്തു, ഭൂമിയുടെ കോണുകളിലേക്ക് അവരെത്തിപ്പെട്ടു. എന്താണ് കാരണം? അതുപോലെ അതിനുവേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾ, അതിനുവേണ്ടി അവർ സഹിച്ച നഷ്ടങ്ങൾ, അതിനുവേണ്ടി അവർ കൊടുത്ത വില, അവരെന്തൊക്കെ വില കൊടുത്തു എന്ന് ചോദിച്ചാൽ അവസാനം അവരുടെ രക്തം വരെയും അവർ ആ യാത്രയിൽ അങ്ങനെ ഒഴുക്കേണ്ടി വന്നു. എന്നാൽ അവരോട് ചോദിക്കുമ്പോൾ, എന്തിനു വേണ്ടി നീ പോയി അവിടെ വരെ, എന്തിനു വേണ്ടി നീ ഇതെല്ലാം ചെയ്തു? അപ്പോസ്തല പ്രവൃത്തികളെ വായിക്കുമ്പോൾ കാണാം അവരെന്താ ചെയ്തെന്നറിയാമോ? അവർ പറയുന്നത് കർത്താവുമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ബന്ധമാണ്. അത് ലോകത്തിലെ മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് പൗലോസിനെ വിചാരണ ചെയ്തപ്പോൾ ആളുകൾക്ക് മനസ്സിലായില്ല, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? അവർക്ക് പറയാനുള്ളത് എന്താണ്? അത് വിശദീകരിക്കാനാവാത്ത ഒരു ബന്ധമാണ്. യേശു ക്രിസ്തുവുമായിട്ട് വാസ്തവമായ ഒരു ബന്ധം നമുക്കുണ്ടോ? ആ ബന്ധമാണ് നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എന്താ ചില ആരെ പറയലൊരു ബണ്ടിൽ ഓഫ് ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറയും. അരുതുകളുടെ ഒരു ബണ്ടിൽ,
അല്ലേ? അരുത് അരുത് അരുത്, ഇന്ന കാര്യം ചെയ്യരുത്, ഇന്ന കാര്യം ചെയ്യണം. പഴയ നിയമത്തിൽ അവർ പലപ്പോഴും ദൈവത്തെ അനുസരിച്ച് അങ്ങനെയാണ്, ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം. എന്നാൽ പുതിയ നിയമത്തിൽ എന്താണ്? അതൊരു ബന്ധമാണ്. ആ ബന്ധത്തിലുള്ള വളർച്ച, രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി എന്ന് പറയുന്നത് ഈ ബന്ധത്തിലുള്ള ഒരു വളർച്ചയാണ്. വാസ്തവത്തിലൊരു വിശ്വാസം എന്ന നിലയിൽ എത്രത്തോളം നീ ക്രിസ്ത്യ ജീവിതം ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യം, അത് ഇന്നത്തെ കാലത്ത് പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യമാണ്. എത്രമാത്രം നീ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു, നീ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് നീ പ്രാർത്ഥിക്കുന്നത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ചോദിച്ചാൽ ഒരു വിശ്വാസിക്ക് പല കാരണങ്ങൾ പറയാം. എന്നാൽ അദ്ദേഹത്തിന് പറയാനുള്ളത്, ഏറ്റവും ഇഷ്ടമുള്ള ആളോട് സംസാരിക്കണ്ടായേ, അപ്പോൾ ഞാൻ കർത്താവിനോട് കൂടുതൽ സംസാരിക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഓ അങ്ങനെയാണോ? അതുകൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയില്ലല്ലേ? കഴിയില്ല. കാരണം എന്താ? എൻ്റെ മേലെ നിർബന്ധങ്ങളില്ല, എനിക്ക് സഭയുടെ നിർബന്ധമില്ല, സഭയിൽ നിന്നോ വിശ്വാസികളിൽ നിന്നോ കുടുംബത്തിൽ നിർബന്ധമില്ല. പിന്നെയോ ഇതൊരു ബന്ധമാണ്. ആ ബന്ധത്തിലേക്ക് ഞാൻ കർത്താവിൻ്റെ കാര്യങ്ങൾ പറയുകയാണ്. അതല്ലേ പ്രാർത്ഥന. ആരെ പറയല്ലേ? ഈ പ്രാർത്ഥനയെക്കുറിച്ചൊരു മനുഷ്യൻ പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് ടു ബ്രിങ് ഇൻഫർമേഷൻ ടു ഗോഡ് ബട്ട് ടു എക്സ്പീരിയൻസ് ഇൻറ്റിമസി വിത്ത് ഗോഡ് എന്ന് പറയും. ദൈവത്തിന് ഇൻഫർമേഷൻ കൊടുക്കുകയല്ല, ദൈവത്തിൻ്റെ ഇൻറ്റിമസി അനുഭവിക്കുന്ന ഒരു സമയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് ബന്ധത്തിൻ്റെ ഒരു വളർച്ചയാണ്. അതുപോലെ തന്നെ അവരോട് ചോദിക്കുക, അല്ലെ വിശ്വാസി ചോദിക്കുക, നീ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം. മത്തായി എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് പറയും, എന്താണെന്നറിയോ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയാൻ? നീ അറയിൽ കടന്ന് വാതിലടച്ച് എന്ന് പറയും. ഈ അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കുക. നമ്മളിൽ എത്ര പേരത് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ്. ഈ പറഞ്ഞതിൻ്റെ ഒരു സാരം എന്തെന്നറിയാമോ? ഒരു സാരം, അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവവും നീയും മാത്രമുള്ള ജീവിതത്തിൻ്റെ ഏകാന്തമായിരിക്കുന്ന നിമിഷങ്ങൾ, ദൈവവും നീയും മാത്രം സംസാരിക്കുന്ന ജീവിതത്തിൻ്റെ ഏറ്റവും ആസ്വാദ്യകരമായിരിക്കുന്ന നിമിഷങ്ങൾ, അതാണ് പറയുന്നത്. പറഞ്ഞത് അറയിൽ കടന്ന് വാതിലടച്ച് ദൈവത്തോട് സംസാരിക്കുന്ന, ദൈവമായിട്ട് സംവദിക്കുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു അനുഭവം. ഇതാ പ്രാർത്ഥന. ഇതിനാ പ്രാർത്ഥിക്കുന്നത്. എന്തിനാ നീ ആരാധിക്കുന്നത്? നമ്മൾ പറയുന്നു, എൻ്റെ കർത്താവിനെ കുറിച്ചുള്ള വലിയ വലിയ കാര്യങ്ങൾ എഴുന്നേറ്റ് എന്ന് പറയുക എന്നുള്ള എൻ്റെ ജോലിയാണ്. അതെനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ആരാധിക്കുന്നത്. എന്തിനാണ് ഈ സുവിശേഷം പറയുന്നത്? ഈ എൻ്റെ കർത്താവ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് അല്ലേ പറയേണ്ടത്, അതുകൊണ്ടാണ് പറയുന്നത്. ഇതൊരു ബന്ധമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ബന്ധമാണ്. മറ്റൊന്നുകൂടെ പറയുക, ഞാൻ ഈ സന്ദേശത്തോടെ അവസാനിപ്പിക്കാം. മൂന്നാമത്, ഈ യേശുക്രിസ്തുവിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒന്നാണ് വിശ്വാസിയായി തീരുക എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൽ നീ സാറ്റിസ്ഫൈഡ് ആണോ? പല ആളുകളും പലതിൻ്റെയും പുറകെ പോകുന്നതെന്നറിയാമോ? ഇവിടെ തൃപ്തനല്ലാത്തതുകൊണ്ടാണ്. അവിശ്വാസിയെ വിവാഹം കഴിക്കാൻ വിശ്വാസി പോകുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ അദ്ദേഹം തൃപ്തിയല്ല, അല്ലെങ്കിൽ തൃപ്തനല്ല. സഭായോഗത്തിൽ വരാതിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് സഭായോഗം സാറ്റിസ്ഫൈഡ് അല്ല. യേശുക്രിസ്തുവിനെ വിട്ട് പലരുടെയും സ്ഥലത്തേക്ക് പോകുന്നതാണ്. യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. സംതൃപ്തി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലില്ല. യേശുക്രിസ്തുവിൽ ഒരു മനുഷ്യൻ കണ്ടെത്തുന്ന മറ്റൊന്നതാണ്, യേശുക്രിസ്തുവിൽ അവൻ അനുഭവിക്കുന്ന സംതൃപ്തി. ഇതാണ് ബൈബിൾ വായിക്കുന്നത്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. അടുത്ത ദിവസം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, വളരെ സങ്കടത്തോടെ പറഞ്ഞു, എൻ്റെ സഹോദരാ, ഞാൻ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ എനിക്കൊരു സാമ്പത്തിക പുരോഗതി വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടോ? ഉണ്ട്, നടക്കുന്നുണ്ട്. നിനക്ക് അദ്ദേഹം പറയും, എനിക്ക് ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ട്, വാടക കൊടുക്കുന്നില്ല, ഞാൻ അതിൻ്റെ ചിലവുകൾ കഴിയുന്നുണ്ട്, മക്കൾക്കെല്ലാം ഡ്രസ്സുണ്ട്, അവർക്ക് സ്കൂളിൽ ഫീസ് കൊടുക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. ഇത്രയും കാലം നടന്നില്ലേ? നടന്നു. ഇപ്പോഴും നടക്കുന്നില്ലേ? ഉണ്ട്. എന്നാൽ ബൈബിൾ എന്താ പറയുന്നത്? ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. അതുകൊണ്ട് നീ അങ്ങനെ പറയണ്ടെന്ന് പറയും. ഉടനെ അതേ പറയും, ഞാൻ പറയില്ല. കാരണം അങ്ങനെയാ ബൈബിൾ പറഞ്ഞത്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. പക്ഷേ എത്രയോ പേര് അവരുടെ വാഹനങ്ങളിൽ സംതൃപ്തരല്ല, മനോഹരമായവരുടെ വീടുകളിൽ സംതൃപ്തരല്ല, മനോഹരമായവരുടെ വസ്ത്രങ്ങളിൽ സംതൃപ്തരല്ല, അവർക്കുള്ള മൊബൈലിൽ സംതൃപ്തരല്ല. യേശുവിൽ സംതൃപ്തനാകാൻ നിനക്ക് സാധിക്കുമ്പോഴേ മറ്റ് വിഷയങ്ങളിൽ നീ ആർത്തിയുള്ളവനായി തീരാതിരിക്കുകയുള്ളൂ. അവിശ്വാസികളെ പോലെയാണ് പലരും. അവരുടെ വാഹനങ്ങളെ വലുതാക്കാൻ അവരെപ്പോഴും ശ്രമിക്കുന്നു. ഉള്ളത് മതി, ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്. ആ വീട് മതി, ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്. നിനക്കിപ്പോൾ ഉള്ളത് പലതും നിനക്ക് സുഭിക്ഷമായിട്ടുണ്ട്, പക്ഷേ സ്വപ്നങ്ങൾ ഇനിയുമുണ്ട്. യേശുവിൽ നീ സംതൃപ്തനാണോ? യേശുവിൽ സംതൃപ്തനാണെങ്കിൽ മറ്റൊന്നിൻ്റെയും പുറകെ പോകേണ്ട ആവശ്യമില്ല. ഈ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടൊരു വിശ്വാസം, യേശുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു വിശ്വാസം, യേശുവിൽ സംതൃപ്തനായിത്തീരുന്ന ഒരു ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. മാനസാന്തരപ്പെടേണ്ട വിഷയങ്ങളിൽ മാനസാന്തരപ്പെട്ട് കർത്താവിനെ വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ കർത്താവിനെ വിശ്വസിക്കുക. വെറുതെ സ്നാനപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് സഭയുടെ മുമ്പാകെ ഏറ്റുപറയുക, ഞാൻ സ്നാനപ്പെട്ടത് വെറുതെയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട ആളല്ല,
സ്നാനപ്പെട്ടതേ ഉള്ളൂ, എനിക്കിനിയും സ്നാനപ്പെടണമെന്ന് പറയാം. അങ്ങനെ സത്യസന്ധമായിട്ട് പറയാം, നാണക്കേട് വിചാരിക്കരുത്. ഇത് നിത്യതയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് സഭയായിട്ടുള്ള വിഷയമല്ല, ഏതെങ്കിലും ഒരു സഭയായിട്ടുള്ള വിഷയമല്ല. നമ്മളിപ്പോൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയൊന്നും അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കത്തില്ല. അതുകൊണ്ട് ചെറുപ്പത്തിലെ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് പിന്നെ സ്നാനപ്പെട്ടു, യഥാർത്ഥമായി ബോധ്യമില്ലാതെയാണ് സ്നാനപ്പെട്ടതെങ്കിൽ, സ്നാനം എന്തിനാണെന്ന് പോലും അറിയത്തില്ലാതെ യേശുവിനെ യഥാർത്ഥത്തിൽ രക്ഷകനായി സ്വീകരിച്ചെന്ന് ഉറപ്പില്ലാതെ സ്നാനപ്പെട്ടെങ്കിൽ ഞാൻ പറയുന്നു ആ സ്നാനം ശരിയല്ല. ശരിയായിരിക്കുന്ന ബൈബിളിലെ സ്നാനം വേണം. അതുപോലെ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ ശരിക്കും മനസ്സിലാക്കി രക്ഷിക്കപ്പെടണം. അങ്ങനെ രക്ഷിക്കപ്പെടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ മറ്റു ചില പരിപാടികളൊക്കെ നടക്കും. മൊബൈലിലുള്ള ചിത്രങ്ങൾ ഞാനിപ്പോൾ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന എത്ര ആൺകുട്ടികളുടെ കയ്യിൽ പെൺകുട്ടികളുടെ ചിത്രം നിങ്ങളുടെ മൊബൈലുണ്ട്? ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാരോടും പ്രായമുള്ളവരോടും ചോദിക്കട്ടെ, എത്ര പെൺകുട്ടികളുടെ ചിത്രങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്? എന്തിനാ? പ്രാർത്ഥിക്കാൻ വേണ്ടിയാ? അയ്യോ, എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. ഞാൻ പറയാം, ആ പ്രാർത്ഥന വേണ്ട മോനെ. ദൈവത്തെ ഒരുപാട് പരീക്ഷിക്കരുതെന്ന് ബൈബിളുണ്ടല്ലോ. പെൺകുട്ടികളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ കോളേജിൽ കൂടെ പഠിക്കുന്ന ആൺകുട്ടികളുടെ ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഞാൻ ഈ പ്രസംഗം പറഞ്ഞിട്ട് രാത്രി ഇപ്പോൾ ഒളിച്ചെന്ന് ഡിലീറ്റ് ആക്കാനൊന്നും ശ്രമിക്കണ്ട. ശ്രമിച്ചോ, അത് നല്ലതാണ്. എന്നാൽ ഞാൻ പറയുന്നത്, അങ്ങനെ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാനസാന്തരപ്പെടാനാണ് ഈ സന്ദേശം എന്ന് പറയും. ഉണ്ടെങ്കിൽ ഡിലീറ്റാക്കി കളഞ്ഞോ? സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് മൊബൈൽ മേടിച്ചു കൊടുത്ത മാതാപിതാക്കളോട് ഞാൻ ചോദിക്കും, നീ എന്തിനാ മൊബൈൽ മേടിച്ചു കൊടുത്തത്? എൻ്റെ കൊച്ചു ദൈവവൈതലായിട്ട് ഭക്തിയോടെ വളരാൻ. അയ്യോ, എന്തൊരു ഭക്തി! കർത്താവായ യേശു ക്രിസ്തുവിനെ കവച്ചു വെക്കുന്ന ആ ദൈവസ്നേഹം. അരെ പറഞ്ഞ പോലെ, നിന്റെ വിശ്വാസം കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നു എന്ന് പറയുന്ന പോലെ ഇത്ര വലിയ വിശ്വാസം നമുക്ക് വേണ്ട. രാജാവിനേക്കാളും വലിയ രാജഭക്തി വേണ്ട. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിനെതിരെ ഉപയോഗിക്കരുത്, നമ്മൾ ആയുധങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. അതുകൊണ്ട് മൊബൈലൊക്കെ നല്ലതാണ്. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളോട് ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് നിങ്ങൾ കൊടുത്തതെന്നുള്ള ചോദ്യം. ദൈവമഹത്വമാണോ ഉദ്ദേശിച്ചത്, മനുഷ്യൻ്റെ മഹത്വമാണ്? ഇപ്പോൾ ക്രിസ്മസ് വരുന്നുണ്ട്, പലരും നക്ഷത്രം തൂക്കും, പലരും പുൽക്കൂടുണ്ടാക്കും, പലരും ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും. എൻ്റെ ഒരൊറ്റ ചോദ്യമാണ്, ദൈവനാമ മഹത്വത്തിനാണോ ഉണ്ടാക്കുന്നത്? ദൈവത്തിന് പ്രസാദം വരുത്താനാണോ, അതോ മനുഷ്യനെ പ്രസാദിപ്പിക്കാനാണോ, മക്കളെ പ്രസാദിപ്പിക്കാനാണോ? എൻ്റെ മക്കളെന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ മക്കളെ അതിനു വേണ്ടിയല്ല നമ്മൾ പണം മുടക്കേണ്ടത്. ഞാൻ ആ പണത്തിന് നിങ്ങൾക്ക് ബിരിയാണി വാങ്ങിത്തരാമെന്ന് പറയും, അത് വയറ്റിൽ കിടക്കുമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അരിച്ചടിച്ച് കയറി വരുന്ന അനാചാരങ്ങൾക്കെതിരെ വാളെടുക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നക്ഷത്രങ്ങളല്ല, അത് ദൈവത്തിന് പ്രസാദമാണോ? പുൽക്കൂടുകളല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാനാണോ? ക്രിസ്മസ് ട്രീകളല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാനാണോ? അനാചാരങ്ങൾ വേണ്ടെന്ന് ഞാൻ പറയും. അതാണ് മാനസാന്തരപ്പെട്ട 100% മാനസാന്തരപ്പെടണം എന്ന് പറയും. അല്ലാതെ ചില പഴയ ചില കാര്യങ്ങൾ, നമ്മൾ വിട്ടുപോകുന്ന ചില പ്രസ്ഥാനങ്ങളിലുള്ള രീതികൾ ബൈബിളിൽ ഇല്ലെങ്കിലും നടത്തിയേക്കാം. ബൈബിളിൽ ഇല്ലെങ്കിലും നടത്തിയാലും അതിന് വേറൊരു ചോദ്യം ബൈബിളുണ്ട്. എന്താണെന്നറിയാമോ? ബൈബിളിൽ 3 നേരം ആഹാരം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വിഷയമല്ലത്. ഈ വിഷയം എന്താണ്? ദൈവനാമ മഹത്വത്തിനാണോ താങ്കൾ ഇത് ചെയ്യുന്നത്? അതുപോലെ ദൈവപ്രസാദം വരുത്താനാണോ താങ്കൾ ഇത് ചെയ്യുന്നത്? ഈ ചോദ്യം വളരെ വലുതാണ്. അങ്ങനെ ചെയ്യണമെന്ന് ബൈബിളുണ്ട്. തിന്താലും കുടിച്ചാലും എന്ത് ചെയ്താലും. അപ്പം ഞാനിത് ചെയ്യുന്ന ദൈവമഹത്വത്തിനാണെന്ന് പറയണമെങ്കിൽ അയ്യോ, അത് ഭയങ്കരമാണല്ലോ. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന് വാക്യമൊന്നുമില്ലല്ലോ. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അനുസരണം യാഗത്തെക്കാൾ ശ്രേഷ്ഠം എന്നല്ലേ ബൈബിൾ പറയുന്നത്. മുട്ടാടുകളുടെ മേൽസിനേക്കാളും യാഗങ്ങളെക്കാളും ദൈവം എന്നും ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ ഉറവരയ്ക്കുന്ന മനുഷ്യനും ദൈവത്തിൻ്റെ മുമ്പിൽ ഹൃദയം തകർന്ന മനുഷ്യനും, അവരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അരിച്ചരിച്ച് കയറി വരുന്ന അനാചാരങ്ങൾക്കെതിരെ നിലപാടെടുക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെടേണ്ട പല മേഖലകളിലും മാനസാന്തരപ്പെടാൻ നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ അനുസരിക്കുന്ന കാര്യങ്ങളിൽ വളരണമെങ്കിൽ വിടേണ്ടത് പലതും വിടാതെ നമുക്ക് വളരാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഈ ക്യാമ്പിൽ നമുക്ക് വരുന്ന സന്ദേശങ്ങളിലും നമുക്ക് ആത്മാർത്ഥമായിട്ട് കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് അടുത്തടുത്ത് വരാം. എൻ്റെ കർത്താവിനോട് എനിക്ക് ബന്ധമുണ്ട്. ഈ ക്യാമ്പ് കഴിഞ്ഞപ്പോൾ അതൊന്നുകൂടെ വർദ്ധിച്ചു. അതെങ്ങനെയാണ് നമ്മൾ വർദ്ധിക്കുന്ന കർത്താവിനുള്ള ബന്ധത്തിൽ? അത് കാണപ്പെടുന്നത് എൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവന്, കാണപ്പെടുന്ന എൻ്റെ ദൈവമക്കളെ സ്നേഹിച്ചിട്ടൊക്കെയാണ് കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്ക് വളരാൻ സാധിക്കത്തുള്ളൂ. ഇതുകൊണ്ടാണ് എഫേസ്യലേഖനം പറയുന്നത്, ദൈവസ്നേഹത്തിന് നീളവും വീതിയും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കാൻ എന്ന് പറയാൽ സകല വിശുദ്ധന്മാരെയും കൂട്ടിയാലേ നിനക്ക് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഒറ്റയ്ക്ക് ദൈവസ്നേഹം അനുഭവിച്ചൊരു വിശ്വാസിക്ക് വളരാൻ സാധിക്കത്തില്ല. കാരണം എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത അത് സകല വിശുദ്ധന്മാരോടും കൂടെ ഒരു വിശ്വാസി അനുഭവിക്കുമ്പോൾ മാത്രമേ അവനത് ശരിയായിട്ട് അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ അവന്മാരെ എനിക്ക് കാണരുത് എന്ന് പറഞ്ഞ് ദൈവസ്നേഹത്തെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അല്ലെങ്കിൽ അവളുമാരെ എനിക്ക് കാണരുതല്ലേ, ചില സഹോദരിമാരെ എനിക്ക് ഇഷ്ടമില്ല, എന്നാലും ദൈവസ്നേഹത്തിന് നീളവും വീതിയും ഉയരവും ആഴവും എന്തെന്ന് ഗ്രഹിക്കാൻ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ബൈബിൾ പറയുന്നില്ല. ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കണമെന്ന് എൻ്റെ പ്രാർത്ഥനയാണ്.
എന്ന് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗലാത്യലേഖനം 2:20 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസിയുടെ സാക്ഷ്യമാണ്. അതും കൂടെ പറഞ്ഞാൽ സന്ദേശം അവസാനിപ്പിക്കാം. എന്താണ് ഗലാത്യർ 2:20? ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്ന് പറയുന്ന പ്രസ്താവന. അതാണ് 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനി. ഞാൻ ക്രിസ്തുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. 21-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനി അത് തന്നെ ആയിരിക്കണം. അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വരുന്ന നാളുകളിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ അതിശയമായി നമ്മൾ ഉപയോഗിക്കപ്പെടട്ടെ. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവത്തിന് നമുക്ക് താഴാം. ദൈവം നമ്മളെ ഉയർത്തും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.